ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫുൾ കോഴ്സ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ്. ഇതിൽ വരുന്ന എല്ലാ വീഡിയോസും നമ്മളിവിടെ ഐ ബട്ടണിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലൊരു കിഡിലെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് പോയി പഠിക്കാം. നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ലെറ്റർ എഴുതണം. അയ്യോ ആ ലെറ്റർ അല്ല, ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതിലെ ലെറ്റർ. അതിന് ഞാൻ ടൈപ്പ് ടൂൾ എടുത്തിട്ട് കെ എന്നുള്ള ലെറ്റർ കൊടുത്തു. അതൊന്ന് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് വലുതാക്കി. എന്നിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ഫോണ്ട് എടുക്കണം. ഞാൻ ഇപ്പോൾ ഓസ്വേൾഡ് ബോൾഡ് എന്നുള്ളത് എടുക്കുകയാണ്. ഞാൻ മിക്കതിന് ഈ ഫോണ്ട് തന്നെ എടുക്കുന്നത്. ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ഫോണ്ടാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ചൊന്ന് ഇവിടെ ഒന്ന് അതിൻ്റെ വീതി ഒന്ന് കൂട്ടി. എന്നിട്ട് നമുക്കൊന്ന് സൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പെൻസിൽ ടൂൾ എടുക്കണം. പെൻസിൽ ടൂൾ എടുത്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫിഡലിറ്റി എന്നുള്ളത് മാക്സിമം സ്മൂത്തിൽ കൊണ്ടുവയ്ക്കുക. പിന്നെ കീപ് സെലക്റ്റഡ് അൺടിക്ക് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നമ്മൾ കീപ് സെലക്റ്റഡ് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കഴിഞ്ഞ ഉടനെ ആ ഒരു പാത്ത് സെലക്റ്റായി തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് പിന്നെ വരയ്ക്കുന്ന സമയത്ത് അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കൊടുക്കുക. നമുക്ക് ഒരു സ്ട്രോക്ക് ഒരു കളർ ഏതെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ വരയ്ക്കണം. നമ്മൾ ആ സ്മൂത്ത് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും അത് നമ്മൾ വരച്ചതിനെക്കാട്ടി സ്മൂത്ത് ആക്കിയത്. ഇനി അടുത്തത് വേറൊരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് വരയ്ക്കണം. ഇത്തിരി കൂടെ അകത്തോട്ടും കൂടെ കയറ്റി വരയ്ക്കണം. നിനക്ക് എത്ര ലെയർ വേണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും വരയ്ക്കാം. നമ്മളിവിടെ 3 എണ്ണമാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വന്ന് ക്ലോസ് ചെയ്യാം. അടുത്തത് ഗ്രീൻ കളർ കൊടുക്കും. വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഇറച്ചി നിൽക്കുന്ന കളർ കൊടുക്കുന്നത്. ഇത് ലെറ്ററിൽ നിന്നല്ല, എവിടെ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചെയ്യാനുള്ളത് സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്വയർ ഇതിന് മുകളിലൂടെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. അത് എന്നിട്ട് ഫില്ല് കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 4 കളർ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. കളർ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ അഡോബി കളർ വീൽ എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. color.adobe.com എന്നുള്ള സൈറ്റാണ്. അതിൽ എക്സ്പ്ലോർ എന്നുള്ള എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സജഷൻസ് വരും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടതും എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് ചൂസ് ചെയ്ത് ഇവിടെ ഒരു സ്ക്വയർ വരച്ചതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇതിൻ്റെ ഒരു 4 കോപ്പി എടുക്കാം. ഞാൻ ഒരു കോപ്പി ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് വെച്ചു. ഇത് റിപ്പീറ്റ് ചെയ്യാൻ Ctrl+D കൊടുത്താൽ മതി. ഒന്നുകൂടെ Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ റിപ്പീറ്റ് ആവും. ഇനി ഐ ഡ്രോപ്പർ ടൂൾ എടുത്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഐ ഡ്രോപ്പർ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഐയും സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വി ആണ്. സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. അതിനെ വി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ടൂൾ കിട്ടും. ഐ അടിച്ച് ഐ ഡ്രോപ്പർ ടൂൾ കിട്ടും. വി ഐ. ഇനി നമ്മളിതിൽ ഓരോന്നും എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. ഇതിപ്പോൾ ബാക്കിലായിരിക്കും. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കണം. ഏകദേശം നടുക്കായിട്ട് വയ്ക്കാം. അടുത്തത് അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ഇതെടുത്തിട്ട് അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക.
അപ്പോൾ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് കോമ്പൗണ്ട് പാത്ത് മേക്ക് എന്നുള്ളത് കൊടുക്കാം. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+8 ആണ്. ഇത് ഇത്ര സെലക്ട് ചെയ്തിട്ട് Ctrl+8 കൊടുക്കുകയാണ്. ഇതിലും ഇത്ര സെലക്ട് ചെയ്തിട്ട് Ctrl+8 കൊടുക്കാം. ഇത് ഏറ്റവും ലാസ്റ്റ് വയ്ക്കാനുള്ളതാണ്. ഇനി നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം വരച്ചതായിരിക്കണം ഏറ്റവും ടോപ്പിൽ വരേണ്ടത്, രണ്ടാമത് വരച്ചത് അതിൻ്റെ അടിയിൽ, മൂന്നാമത് വരച്ചത് ഏറ്റവും അടിയിൽ. ആ രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനുള്ളത്. എന്നാലേ ഈ എഫക്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ആദ്യം വരച്ചത് യെല്ലോ ആണ് ഏറ്റവും ടോപ്പിൽ വരാനുള്ളത്. അതിൻ്റെ താഴെ ഈ റോസ് കളറ്, അതിൻ്റെ താഴെ ഓറഞ്ച്. ഇപ്പം നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഓറഞ്ച് ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വയ്ക്കണം. ഫസ്റ്റ് വരച്ചത് ഏറ്റവും മുകളിൽ, സെക്കൻഡ് വരച്ചത് അതിൻ്റെ താഴെ, തേർഡ് വരച്ചത് അതിൻ്റെ ഏറ്റവും താഴെ. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലേയേഴ്സ് വേണോ വരയ്ക്കാം, അതനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ഈ പ്ലെയിൻ ആയിട്ടുള്ള കളർ ഏറ്റവും അടിയിൽ അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് സ്റ്റൈലൈസ് ഡ്രോപ്പ് ഷാഡോ എടുത്തിട്ട് പ്രിവ്യൂ നമ്മൾ ഓൺ ആക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ വാല്യൂസ് ഓരോന്നായിട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിന് ഇവിടെ കിട്ടുന്ന റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പ്രിവ്യൂ ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമുക്കിവിടെ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുത്ത് നോക്കാം. പ്രിവ്യൂ ഓൺ ആയതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഓക്കെയാണ്, അപ്പോൾ ഞാനിത് ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കെ എടുക്കുന്നു. കെ അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഏകദേശം സെൻറ്ററിലോട്ട് വെച്ചിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു കിടിലം എഫക്റ്റ് ഇവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഏതെങ്കിലും ഒരു ലെറ്ററിൽ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സർക്കിളിലും ഇതേപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതുപോലത്തെ കിടില വീഡിയോസാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.